അപ്പൊ ഇതാണ് ഐഷി ഘോഷ്, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളൊരു SFI നേതാവ്, മുൻ JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റും പിന്നെ വെസ്റ്റ് ബംഗാളിൽ CPIM വേണ്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പുള്ളിക്കാരത്തി കുറച്ച് ദിവസമായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ടല്ല, നമ്മുടെ CJP പ്രൊട്ടസ്റ്റിന്റെ സമയം തൊട്ട് അത്യാവശ്യം യങ്സ്റ്റേഴ്സിന്റെ ഇടയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിലൂടെയും ഫേമസ് ആയിരുന്നു പുള്ളിക്കാരത്തി. അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ CJP പ്രൊട്ടസ്റ്റില് മുൻനിരയിൽ, അതായത് നമ്മുടെ അഭിജിത് ദീപ്കയുടെ ഒപ്പം അല്ലെങ്കിൽ സോനം വാങ്ചുകിന്റെ ഒപ്പം മുൻനിരയിലുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. അല്ലെങ്കിൽ ഈ സമരം കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ BJP സർക്കാരിനെതിരെ ശബ്ദം ഉയർത്താനൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഐഷി ഘോഷ്. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ സോനം വാങ്ചുകിന്റെ ഒപ്പം നിരാഹാരം കിടക്കണേലും പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു SFIക്കാരുടെ ഒപ്പം ഡൽഹിയിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹിയിലത്തെ AKG ഭവനിൽ ഡൽഹി പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. യൂണിഫോം ഒന്നും ഇല്ലാണ്ട് മഫ്തിയിലാണ് കുറച്ച് പോലീസുകാർ വന്നത്. യൂണിഫോം ഇട്ട പോലീസുകാരും യൂണിഫോം ഇല്ലാത്ത വനിതാ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നത് ഈ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അറസ്റ്റ് വാറന്റായിട്ടാണ് വന്നത്. അപ്പോൾ ആഗ്രഹിക്കും ഡൽഹിയിലത്തെ സമരത്തിലുള്ള പിള്ളേരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയില്ലേ CJPക്കാർ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, CJP പ്രൊട്ടസ്റ്റിനോടനുബന്ധിച്ചുള്ള അറസ്റ്റ് വാറന്റ് അല്ലത്. കാരണം 2021 JNUവിൽ നടന്ന എന്തോ സമരത്തിന്റെയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച എന്തോ സമരത്തില് ഈ ഐഷി ഘോഷിനെ എതിരെടുത്ത ഒരു കേസിനോടനുബന്ധിച്ചാണ് ഇപ്പൊ അറസ്റ്റ്. അതും എത്ര വർഷം മുമ്പ്, 2001 കഴിഞ്ഞിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ അറസ്റ്റ് വാറന്റായിട്ട് പോലീസ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ പ്രതികാര നടപടിയാണ്. കാരണം CJP പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ആരും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോ CJP പ്രൊട്ടസ്റ്റിലുള്ള പിള്ളേരുകൾ, അത് ഈ CJP അനുകൂല വിദ്യാർത്ഥികളായാലും എസ്പെഷ്യലി എല്ലാവർക്കും അറിയാം CJPക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തേക്കുന്നത് SFIക്കാരാണ് ഡൽഹിയിലുള്ളത്. ഈ കോൺഗ്രസ്സുകാർക്കൊന്നും അതിൽ വലിയ ഈ ഷോ കാണിച്ച് പോകുന്നല്ലാണ്ട് ഏറ്റവും കൂടുതൽ അവിടെ അടി ഉണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ അവിടെ എന്താ പറയാ CJPക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു SFIയുടെ പിള്ളേരാണ്. അപ്പോ ഈ SFIയുടെ പിള്ളേരാണ് വേട്ടയാടുന്നത് മെയിൻലി. അപ്പൊ ഒരിക്കലും ഇവർക്ക് CJP പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റീസൺ വെച്ചിട്ട് ഇവർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ പാസ്റ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇവർ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയിട്ടാണ് ഈ പോലീസുകാർ ഇനി വേട്ടയാടാൻ പോകുന്നത്. ഇന്നലെ നോക്കിയിരുന്നോ, ഇനി ഈ പിള്ളേരെ ഇങ്ങനെയൊക്കെയാണ് വേട്ടയാടാൻ പോവുക. അപ്പൊ ഐഷി ഘോഷിനെ തിരക്കി ഈ ഡൽഹിയിലത്തെ AKG ഭവനിൽ ഡൽഹി പോലീസ് വന്നു. അപ്പൊ അവിടെ നമ്മുടെ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു CPIMന്റെ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, കാരണം 2-3 പോലീസുകാരികളൊന്നും യൂണിഫോം ഉണ്ടായിരുന്നില്ല, പിന്നെ നെയിം ടാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കിടന്നു വന്ന് ഒരു ആളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം യൂണിഫോം ഇട്ട് വരണം എന്ന് പറഞ്ഞ് ഒരു നാടകീയമായിട്ട് കുറച്ച് വാക്കുതർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്ഭുതകരമായിട്ട് ഡൽഹി പോലീസ് പിൻവാങ്ങി. കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല ഡൽഹി പോലീസ് അങ്ങനെ, ഇപ്പോ കേരളം പോലെയല്ല, ഡൽഹിയിലൊന്നും അങ്ങനെ CPIM പ്രതിപക്ഷത്തുള്ള ഒരാൾക്കും ഒരു വിലയും കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം ജോൺ ബ്രിട്ടാസിന്റെ പവർ അല്ല അത്. ശരിക്കും ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഒരു പരിധി കഴിഞ്ഞപ്പോ പിൻവാങ്ങി പോയി. അതായത് അറസ്റ്റ് ഒന്നും ചെയ്യാണ്ട് ഒരു പെൺ പോലീസ് പറഞ്ഞു യൂണിഫോം ഇട്ട് വരാന്ന് പറഞ്ഞു പോയി, വാശിയിൽ ദേഷ്യത്തില്. അപ്പോ അതിനുള്ള കാര്യം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ, ഇപ്പൊ കേരളത്തിലെ മീഡിയ വൺ, റിപ്പോർട്ടർ, കൈരളി, ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു അവരൊപ്പം. അപ്പൊ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി കേരള മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ BJPക്കാർക്ക് മുക്കാൻ പറ്റില്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വൈറലാവും. അപ്പൊ മാധ്യമങ്ങൾ ഈ ജോൺ ബ്രിട്ടാസിന്റെ ഒപ്പം ഉണ്ടായി അവരിത് ലൈവായിട്ട് കവറേജ് ചെയ്യണോണ്ട് മാത്രമാണ് പോലീസ് അവിടെ ഒരു ഷോ ഇറക്കാണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാണ്ട് പിൻവാങ്ങി പോയത്. ജോൺ ബ്രിട്ടാസിന്റെ പവർ, ചെറിയ ശതമാനം ജോൺ ബ്രിട്ടാസിന്റെ പവർ എന്ന് പറയാം, പക്ഷെ മെയിൻലി മാധ്യമങ്ങൾ, അതായത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഡൽഹി പോലീസ് അവിടെ ഒന്നും ചെയ്യാണ്ട് പോയത്. അപ്പൊ പോലീസുകാര് അവിടുത്തെ പിന്നെ വാങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയൊക്കെ പോലീസുകാർ ഈ ഡൽഹിയിലത്തെ AKG ഭവന്റെ ചുറ്റും വട്ടോട്ട് പറക്കണ്ടായിരുന്നു, കഴുകന്മാരുടെ പോലെ ഇവളെ കിട്ടാനായിട്ട് ഈ ഐഷി ഘോഷിനെ. അങ്ങനെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇന്ന് കാലത്ത് ഐഷി ഘോഷും അവരും ഈ അറസ്റ്റ് വാറന്റിന്റെ സ്റ്റേക്ക് വേണ്ടി ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ പോയിണ്ടായി. അത് കഴിഞ്ഞ് ഈ അറസ്റ്റ് വാറന്റിന് സ്റ്റേ കിട്ടി. അപ്പൊ ഇനി നിലവിൽ അറസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇതിലുള്ള എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൽ വേറൊരു കാര്യം ആൾക്കാർ മനസ്സിലാണ്, നമ്മുടെ ഈ CJP പ്രൊട്ടസ്റ്റ് വിജയിച്ചല്ലോ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോ അമേരിക്കയില് നമ്മുടെ അമേരിക്കൻ SFIക്കാര് അവിടെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. അതായത് ഈ CJPയുടെ വിദ്യാർത്ഥി സമരം വിജയിച്ചതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതില് നമ്മുടെ ഗ്രേറ്റ തംബർഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ അമേരിക്കൻ ലിബറൽ പാർട്ടിയുടെ ഒരു ആക്ടിവിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തി ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ്, അല്ലെങ്കിൽ ട്രംപിനെതിരെയൊക്കെ വലിയ, അല്ലെങ്കിൽ വലതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രേറ്റ തംബർഗ്. കുറെ പേർക്ക് അറിയായിരിക്കും. ഒരു ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി. അപ്പൊ പുള്ളിക്കാരത്തി ഈ SFIയുടെ സമരത്തിന് പിന്തുണ അറിയിച്ചിട്ട് അമേരിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്ത് വായിക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CJP പ്രൊട്ടസ്റ്റില് കോൺഗ്രസിന് വലിയ പങ്കില്ല, പക്ഷെ CPIMന് വലിയ പങ്കുണ്ട്. അതായത് ഈ ഇടതുപക്ഷം, അതായത് കോൺഗ്രസ് അല്ല, CPM ആണ്. ശരിക്കും പറഞ്ഞ ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ CJP പ്രൊട്ടസ്റ്റിന് കോൺഗ്രസ്സുകാർ, രാഹുൽ ഗാന്ധിയൊക്കെ അവസാന നിമിഷം, അതായത് ഇത് വൈറലാവും എന്ന് മനസ്സിലായപ്പോഴാണ് അവർ സപ്പോർട്ട് അറിയിച്ചു വന്നത്. പക്ഷെ
തുടക്കം തൊട്ട് ഈ പിള്ളേർക്ക് സപ്പോർട്ട് അറിയിച്ചാണ് CPIM-ഉം SFI ഒക്കെ. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഈ അഭിജിത് ദീപ്കയുടെ ഒപ്പം അവർക്കൊക്കെ എല്ലാ സഹായത്തിനും വേണ്ടി നമ്മുടെ MA ബേബിയും ജോൺ ബ്രിട്ടാസും പിന്നെ റഹീമൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ മനസ്സിലായില്ല, അവരെ പല കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ. അത് മാത്രമല്ല, നമ്മുടെ ഈ CJP പ്രൊട്ടസ്റ്റിന് ഉണ്ടായിരുന്ന തുടക്കം തൊട്ട് ഭൂരിഭാഗം പിള്ളേരുകളും SFI അനുകൂല അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂല പിള്ളേരുകളാണ്. അത് കേരളത്തിൽ നിന്നുള്ളവരും പിന്നെ ഈ പറഞ്ഞ പോലെ ഡൽഹിയിലും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലത്തെ പിള്ളേരാണ് ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഈ പ്രതിഷേധത്തിന് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ കേരള മാധ്യമങ്ങൾ അത്രയ്ക്ക് എടുത്ത് കാണിക്കില്ലെങ്കിലും അതാണ് ഒരു സത്യാവസ്ഥ. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഈ സമരം എന്ന് പറഞ്ഞ സാധനം, ഈ ഊർജ്ജമൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പിള്ളേർക്കാണ്. കേരളത്തിൽ കോൺഗ്രസ്സുകാർക്കും ഉണ്ട് സമരവീര്യമൊക്കെ ഇല്ല, ഞാൻ പറയില്ല. പക്ഷെ SFI DYFI അല്ലെങ്കിൽ CPM-കാരുടെ സമരവീര്യം ഇന്ത്യയിൽ വേറെ എവിടെയും ഈ പറഞ്ഞ കർഷക സമരം അല്ലെങ്കിൽ മറ്റു സമരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു എന്താ പറയുക, ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് സമരം ചെയ്യാനായിട്ട് കേരളത്തിലെ പിള്ളേർക്കാണ് ഇത്രയ്ക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ ഡൽഹിയിൽ ഈ CJP സമരത്തിന് ഒരുപാട് സഹായം കൊടുത്തേക്കണതൊക്കെ കേരളത്തിൽ നിന്നുള്ള പിള്ളേരുകളും ഈ രാഷ്ട്രീയ പാർട്ടികളും അതിനോടൊപ്പം തന്നെ കേരള മാധ്യമങ്ങളും, അതായത് ഈ മനോരമ, മാതൃഭൂമി തൊട്ട് കൈരളി റിപ്പോർട്ടർ, 24 തൊട്ട് അല്ലെങ്കിൽ ന്യൂസ് മലയാളം, ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, അവിടെ അഭിജനങ്കാരുണ്ടായിരുന്നു. അപ്പൊ കേരള മീഡിയ ആണ് ശരിക്ക് ഈ പറഞ്ഞ പോലെ CJPക്ക് സപ്പോർട്ട് അറിയിച്ച മാധ്യമങ്ങളിൽ പെട്ടത്. കാരണം ഹിന്ദി മീഡിയസ് എല്ലാവർക്കും അറിയാം, അത് മോദിയുടെ കീഴിലാണ്. പിന്നെ ഇന്റർനാഷണൽ മീഡിയസും അവസാന ഘട്ടത്തിൽ വന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. മറ്റേ ഇന്റർനാഷണൽ ലിബറൽ പാർട്ടിയുടെ മീഡിയസ് ABC, CNN ഒക്കെ അവരുണ്ടായിരുന്നു. അവരും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടി. അപ്പോൾ ഇതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഇപ്പൊ നമ്മുടെ ന്യൂയോർക്കിന്റെ മേയറായിട്ടുള്ള മംദാനി എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ട്, കുറെ പേർക്ക് അറിയായിരിക്കും. ഈ മംദാനി പണ്ട് ഒരിക്കൽ നമ്മുടെ ആര്യ രാജേന്ദ്രൻ, നമ്മുടെ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ മേയറായ സമയത്ത് ഈ ആര്യ രാജേന്ദ്രന്റെ ഫോട്ടോ അടക്കം അന്ന് ഈ എക്സിലാണ്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രംപ് ഈ മംദാനിയെ വിളിക്കാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? ട്രംപാണ് ഈ കമ്മ്യൂണിസ്റ്റ് വരുന്നതാണ്, ക്യാപിറ്റലിസ്റ്റ് ആണ് ഓട്ടോമാറ്റിക്കലി. ട്രംപിന് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഇഷ്ടമല്ല. അപ്പൊ അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അമേരിക്കയിൽ ഈ BJP-കാര് പറയണ അല്ലെങ്കിൽ ഈ ദേശവിരുദ്ധര് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് പങ്കെന്ന് പറയുന്നത്, ഈ പങ്കെന്ന് പറയുന്നത് അമേരിക്കയിലത്തെ ഇടതുപക്ഷമായിട്ടുള്ള ലിബറൽ പാർട്ടിക്കാരിലൊരു ഒരു കമ്മ്യൂണിസ്റ്റ് ചൊക്കിയുണ്ട് അവിടെ. അത് എനിക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലായി. മംദാനി തുടങ്ങി അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയില് SFI-കാരുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് നാളൊരു വീഡിയോ ഉണ്ടായി. അപ്പൊ അമേരിക്കയിലൊരു ചെറിയ ഇടതുപക്ഷത്തിൽ ചെറിയൊരു വിഭാഗം ഈ മാർക്സിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ ഒരു വലിയ അവിടെ നിന്നാണ് ഈ പിന്തുണ വരണം. അല്ലാണ്ട് ഈ ജോർജ് സോറോസിന്റെ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഫണ്ടിങ് ഒന്നും ഈ പറഞ്ഞ പോലെ BJP പോലെ ഫണ്ടിങ് ഒന്നും ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്തിന് ഒരുപാട് പേരുണ്ട്. അത് കുറെ പേര് BJP-നെ പേടിച്ചിട്ട് നമ്മുടെ കേരളത്തിന് മാത്രം ആൾക്കാർ പുറത്തു വരുള്ളൂ. കുറെ ഹിന്ദി നടന്മാരൊക്കെ ഈ ഇടതുപക്ഷത്തിന് അനുകൂലിക്കുന്നവരുണ്ട്. പക്ഷെ അവര് BJP-നെ ഭയന്നിട്ടും അല്ലെങ്കിൽ അവരുടെ കരിയർ നഷ്ടപ്പെടാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് മുന്നാട്ടിട്ടുണ്ട്. പക്ഷെ അവര് സൈലന്റ് ആയിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് ഈ CJPക്ക്. കാരണം ഫണ്ട് ചെയ്യുമാരും പിടിക്കപ്പെടില്ലല്ലോ, പുറത്തറിയില്ലല്ലോ. അപ്പൊ ഫണ്ടിന് വേണ്ടി പറഞ്ഞ പോലെ ഈ പാകിസ്ഥാനും ഈ അമേരിക്കയും ഉണ്ടെന്ന് പറയുന്നത് ഈ BJP-യുടെ ഭാഗം എന്ന് പറഞ്ഞ വെറും ക്യാപ്സ്യൂൾ മാത്രം. കാരണം ഫണ്ടൊന്നും അവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ആൾക്കാരുടെ ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ട് ഇടതുപക്ഷത്തിന്. അപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോ ഇങ്ങനൊരു സപ്പോർട്ട്, അതായത് ഈ ലിബറൽ പാർട്ടിയുടെ സപ്പോർട്ടാണ് ഇവർക്ക് കിട്ടുന്നത്, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് കാര്യം. അപ്പൊ ഈ ഐഷി ഘോഷിനെ ഈ മോദി ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ, മോദി പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോൺഗ്രസ്സുകാരോ വേറെ ആരും അല്ല മോദിക്ക് അല്ലെങ്കിൽ BJP-കാർക്ക് ഭയം, കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവർക്ക് ഭയം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരാണ് ഇവര്, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ ഇപ്പൊ ഈ ജോൺ ബ്രിട്ടാസും ഈ റഹീമും അല്ലെങ്കിൽ MA ബേബിയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈ റിസ്ക് ലൈഫ് ജീവിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇവർക്ക് ഏത് നിമിഷവും ഇവർക്കെതിരെ അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് ഇപ്പൊ മോദിക്കും BJP-ക്കും മനസ്സിലായി കോൺഗ്രസ്സുകാരെ ഇവര് വേട്ടയാടില്ല. ആൾക്കാർ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും കോൺഗ്രസ്സുകാർക്ക് ഇതിൽ വലിയ റോളില്ലാന്ന് ഇവർക്ക് അറിയാം. രാഹുൽ ഗാന്ധി വെറുതെ ഷോ കാണിച്ച് രാഹുൽ ഗാന്ധിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതല്ലാണ്ട് രാഹുൽ ഗാന്ധിയോട് ഇവർക്ക് വലിയ വെറുപ്പൊന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധിനെ ഇവർ പപ്പറ്റ് പോലെ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കണം. അതായത് ഇപ്പോ നമ്മുടെ തമിഴ്നാട്ടില് സ്റ്റാലിനെ തോൽപ്പിക്കാനും അല്ലെങ്കിൽ ബംഗാളിൽ മമതനെ തോൽപ്പിക്കാനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ കേരളത്തിൽ പിണറായിനെ തോൽപ്പിക്കാനും ഒക്കെ ഒരു എന്താ പറയാ BJP-യുടെ ഒരു B ടീമായിട്ടാണ് കോൺഗ്രസിനെ BJP കാണുന്നത് ഞാൻ വിചാരിക്കണം. എന്റെ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷനിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഡിഫറന്റ് ആണ്. കേരളത്തിൽ ഞാൻ അങ്ങനെ അടച്ചു പറയില്ല. അപ്പോ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ശരിക്കും ഈ BJP-കാർക്ക് ദേഷ്യം, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇവര് ഈ എസ്പെഷ്യലി SFI-യുടെ ഒക്കെ യുവ നേതാക്കള് ഉള്ളിടത്തോളം കാലം BJP-ക്ക് വലിയ തലവേദനയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ BJP ഇപ്പൊ CJP പ്രൊട്ടസ്റ്റിലുണ്ടായ പാഠങ്ങൾ പഠിച്ച് ഇനി ഇതുപോലെ ഒരാളും BJP സർക്കാർ അല്ലെങ്കിൽ അധികാരത്തിനെതിരെ ശബ്ദം ഉയർത്താതിരിക്കാൻ ഇവരൊക്കെ വേട്ടയാടും. ഇനി അങ്ങോട്ട് നോക്കിയോ നിങ്ങള്, ഇപ്പൊ ഈ CJP ഇഷ്യൂ കഴിഞ്ഞു, ഇപ്പൊ ഒന്ന് ശാന്തമായിട്ടിരിക്കുന്നല്ലാണ്ട് ഇനി അങ്ങോട്ട് അന്ന് ഇതിന് മുന്നേറുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും എസ്പെഷ്യലി SFI CPIM നേതാക്കളൊക്കെ ഇവര് തെരഞ്ഞു പിടിച്ച് വേട്ടാടും. ഇപ്പൊ കേരളത്തിൽ ഒരു പരിധി ഒരു സേഫ് ആയിരിക്കും, പക്ഷെ
കേരളത്തിന് പുറത്തുള്ള എല്ലാ ആൾക്കാരും ഒരു തെരഞ്ഞു പിടിച്ചു കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാവരും കള്ള കേസിൽ കൊടുക്കും, അല്ലെങ്കിൽ മുൻ കേസുകൾ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പലതരത്തിൽ വേട്ടയാടും. അപ്പൊ ശ്രദ്ധിച്ചും കണ്ടൊക്കെ മുന്നോട്ട് പോയാൽ വലിയ പണി ഉണ്ടാവില്ല. ഇപ്പൊ കേരളത്തിലാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കുക, അതായത് എസ്പെഷ്യലി CPM-കാരൊക്കെ. കാരണം കേരളത്തിലുള്ള പോലെ അല്ല നിങ്ങൾക്ക് പുറത്ത് പോയി ഇപ്പൊ കുറെ എസ്എഫ്ഐയുടെ പിള്ളേരൊക്കെ ഈ ഡൽഹിയിലൊക്കെ പോയിട്ട് CJP പ്രൊട്ടസ്റ്റിൽ വലിയ ഷോ ഒക്കെ ഇറക്കിണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, CJP പ്രൊട്ടസ്റ്റിന്റെ ഒരു എന്താ പറയുക, ഒരു സാഹചര്യം എന്ന് പറഞ്ഞൊരു ഒറ്റപ്പെട്ട സാഹചര്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇനി ഉണ്ടാവണമെന്നില്ല. കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു പരിധി വരെയുള്ള ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടില്ല. അപ്പൊ അവിടേക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധി ഉപയോഗിക്കുക. വെറുതെ പള്ളി വാങ്ങി വെച്ചാൽ അവിടെ നിന്ന് ഇവിടുത്തെ പോലെ അല്ല. ഇവിടേക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനും പറയാനും മാധ്യമങ്ങൾ വരും, അല്ലെങ്കിൽ പാർട്ടിക്കാർ വരും. അവിടെ ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസിനൊക്കെ ഈ ഐഷി ഘോഷിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ജോൺ ബ്രിട്ടാസ് ഉണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവളെ പിടിച്ചുകൊണ്ട് പോലീസിന് കയ്യിൽ കിട്ടിയതിന് ഇവിടുത്തെ പോലീസുകാരെ പോലെ ഒന്നും അവിടെ കിട്ടിയതിന് പിന്നെ പുറലോകം കാണില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കൈയും കാലക്ക് ചാർജ് പുറത്തു വരുള്ളൂ, പറഞ്ഞ മനസ്സിലല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ CPM-മാര് നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നിങ്ങളെ തുരുത്താനായിട്ട് ഈ കോൺഗ്രസ്സുകാരും BJP-കാരും നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. അപ്പോ ഈ CPM വിരുദ്ധ ഒരു ലോബി, ഞാൻ എന്ന് പറഞ്ഞ പോലെ മറുനാടൻ മലയാളി, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇങ്ങനത്തെ ഒരു CPM വിരുദ്ധ ലോബി നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഇല്ലാണ്ടാക്കാനാണ് ഇവർ ശ്രമം. അതായത് ഇപ്പോ കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കണത്, ഇന്ത്യയില് കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കണത് ഈ പറഞ്ഞ പോലെ BJP-കാർക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊക്കെ കൂടുതൽ ഇവര് കേരളത്തില് ഇല്ലാണ്ടാക്കണം ആഗ്രഹിക്കുന്നത് CPM-നാണ്. കാരണം ഹിന്ദു വോട്ട് ഇങ്ങോട്ട് പറയാനായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണല്ലോ. അപ്പൊ CPM-നെ തകർക്കാൻ നല്ല രീതിക്ക് BJP ഫണ്ട് ഇറക്കും. അപ്പൊ നിങ്ങളെ നോക്കി കണ്ട് നിന്നില്ല, കാരണം നിങ്ങളെ പറ്റിക്കുകയോ ചെയ്യൂല. അതായത് നിങ്ങളെ പുറത്തുനിന്ന് അറ്റാക്കിയിട്ട് CPM-നെ തകർക്കാൻ കേരളത്തിൽ പറ്റില്ല എന്ന് ഇവർക്ക് അറിയാം, പറഞ്ഞ മനസ്സിലായില്ലേ? മറ്റു സംസ്ഥാനങ്ങളെ പോലെ അങ്ങനെ പറ്റില്ല. അപ്പൊ ഇവര് ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഉള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് കണ്ടില്ലേ, ഏത് നേരം പിണറായിക്കെതിരെയായിരിക്കും ഫുൾ അന്തി ചർച്ച. ഇപ്പൊ പിണറായിയുടെ മോള് അതിൽ തെറ്റിയാണെങ്കിൽ തെറ്റ് തന്നെയാണ്, അതിൽ ഞാൻ ന്യായീകരിക്കാൻ നിൽക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഈ എക്സലോജിക്ക് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, പിണറായിയുടെ അന്ത്യചർച്ചകള് ഒരു 10 കൊടുക്കുമ്പോ ഇവര് കൊടുക്കാത്ത എത്ര കാര്യങ്ങളുണ്ട്. ഇപ്പോ കേരളത്തിലുള്ള വൈദ്യുതി പ്രതിസന്ധി, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവ് മരിച്ച കാര്യം. ഇപ്പൊ പിണറായിയുടെ പോലീസ് എങ്ങാനും ഭരിക്കുന്ന സമയത്തായിരുന്നു അയാൾ മരിച്ചെന്നുണ്ടെങ്കിൽ ആലോചിക്കുക, ഒരു 10 ദിവസം പിണറായിനെ റോസ്റ്റ് ചെയ്യാൻ ഏഷ്യാനെറ്റ് നേരിടും. അപ്പൊ ഇപ്പൊ ഏഷ്യാനെറ്റ് അവർ കാര്യം ചെയ്യുന്ന അവരുടെ താല്പര്യം പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ്. അപ്പൊ BJP-കാരുടെ ചാനലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതല്ല തെറ്റ്. പക്ഷെ ഈ കുറെ CPM-കാരും ഇതറിയാത്തവരുണ്ട്, കുറെ മണ്ടന്മാരെന്ന് പറയാൻ പറ്റുള്ളൂ. അവരിത് കണ്ടു വിശ്വസിക്കും, ശരിയാണ്, CPM ഒട്ടയാണ്, ഏഷ്യാനെറ്റുകാര് കറക്റ്റ് കാര്യം പറയണെന്ന് നിങ്ങൾ വിചാരിക്കുമേ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഇപ്പോ ഇത് അറിഞ്ഞിട്ട് അത് കാണുന്നതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാണ്, ഇതാണ് നടക്കുന്നത്. ഏഷ്യാനെറ്റിന്റെ കപടമായിട്ടുള്ള നിഷ്പക്ഷതയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ CPM അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഒരു ഘടകകക്ഷിയായിട്ട് മാറും. പറഞ്ഞത് തകർന്നു പോവില്ല. പക്ഷെ ഇപ്പൊ CPI-യുടെ നിലവാരത്തേക്ക് ഘടകകക്ഷിയായിട്ട് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ശ്രദ്ധിച്ചു കണ്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം.